മാപ്പിളമാരുടെ അഥവാ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. മലബാർ മുസ്ലിങ്ങളുടെ തനത് ഭാഷയായ അറബി മലയാളത്തിലാണ് ഇതിൻ്റെ രചന. അറബി മലയാള സാഹിത്യ ശാഖയിലെ പദ്യഭാഗമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളമാരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആചാര സവിശേഷതകളെയും പ്രതിഫലിപ്പിക്കുന്നവയാണ് മാപ്പിളപ്പാട്ടുകൾ. കേരളത്തിലെ നാടൻ പാട്ടുകളുടെയും അറബി ഗാന ശൈലിയുടെയും സങ്കലനം ഈ കലാശാഖയിൽ നമുക്ക് കാണാം. നാടൻ ഗാനങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഈ ഗാനശാഖയിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. വാമൊഴി പാരമ്പര്യത്തിൻ്റെയും വരമൊഴി പാട്ടുകളുടെയും മിശ്രണമാണ് ഈ ഗാനശാഖ. മലയാള ഭാഷയിൽ പാട്ടുപ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനത്തെ ഉൾക്കൊണ്ടു വളർന്ന കാലത്താണ് മാപ്പിളപ്പാട്ടുകളുടെ ഉത്ഭവം. മാപ്പിളപ്പാട്ടുകളിൽ ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. പുണ്യപുരുഷന്മാരെ പ്രകീർത്തിക്കുന്ന മാലപ്പാട്ടുകൾ, യുദ്ധവിവരണം നടത്തുന്ന ഉറുതികൾ, സ്തുതികളായ വിരുത്തങ്ങൾ, കഥാപ്രധാനങ്ങളായ കിസ്സുകൾ, പ്രേമകാവ്യങ്ങളായ കെസ്സുകൾ, കല്യാണപ്പാട്ടുകൾ, കത്തുരൂപത്തിലുള്ള പാട്ടുകൾ എന്നിവ അവയിൽ ചിലതാണ്. ശൃംഗാരരസമാണ് മാപ്പിളപ്പാട്ടിലെ മറ്റൊരു പ്രത്യേകത. താളപ്രധാനവും പ്രാസനിബദ്ധവുമാണ് മാപ്പിളപ്പാട്ടുകളേറെയും. മാപ്പിളപ്പാട്ടിൻ്റെ ജനനം അറബി വൃത്തങ്ങളും കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഗാനരീതികളും അനുകരിച്ചുകൊണ്ടായിരുന്നു. ദ്രാവിഡ വൃത്തങ്ങളുടെ സ്വാധീനവും സംസ്കൃത പദ സ്വീകരണവും പിന്നീട് ഉണ്ടായി. നാടൻ ശീലുകളും പദപ്രയോഗങ്ങളുമാണ് മാപ്പിളപ്പാട്ടുകളുടെ മറ്റൊരു സവിശേഷത. മാപ്പിളപ്പാട്ടിലെ വൃത്തങ്ങളാണ് ഇശലുകൾ. ഒരു കാവ്യത്തിൽ തന്നെ പല ഇശലുകൾ മാപ്പിളപ്പാട്ടുകളുടെ പ്രത്യേകതയാണ്. കാവ്യഗതിക്കനുസൃതമായി ഇശലുകൾ തീർക്കുന്നതിൽ മാപ്പിളപ്പാട്ട് കവികൾ വൈദഗ്ധ്യം കാട്ടി. ഒരേ വൃത്തത്തിൽ തന്നെ പുതിയ ചരണങ്ങളും തുണ്ടുകളും ചേർത്താണ് പുതിയവ ഉണ്ടാക്കിയത്. കോഴിക്കോട്ടുകാരനായ ഖാസി മുഹമ്മദ് എഴുതിയ മുഹിയുദ്ദീൻ മാലയാണ് മാപ്പിളപ്പാട്ടുകളിലെ ആദ്യകാല കൃതികളിൽ പ്രധാനം. അറേബ്യയിലെ പുണ്യപുരുഷനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് ഇതിൽ. 1607 ഈ കൃതി എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. തലശ്ശേരിക്കാരനായ കുഞ്ഞായൻ മുസ്ലിയാർ എഴുതിയ നൂൽമാല എന്ന കൃതിയാണ് മറ്റൊന്ന്. മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കുന്നതാണ് ഈ രചന. കണ്ണൂർ ജില്ലയിലെ കോട്ടയം കോവിലകത്തെ പണ്ഡിതരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ആദ്യകാലത്ത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച മാപ്പിളപ്പാട്ടാണ് കപ്പപ്പാട്ട്. കുഞ്ഞായൻ മുസ്ലിയാരുടേത് തന്നെയാണ് ഈ കൃതിയും. മനുഷ്യ ശരീരത്തെ പായക്കപ്പലിനോട് ഉപമിച്ച് എഴുതിയതാണ് ഈ ഗ്രന്ഥം. അറബി മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവി മോയിൻകുട്ടി വൈദ്യരാണ്. അറബി, മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകൾ വൈദ്യർക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. കൊല്ലവർഷം 1051 വൈദ്യർ രചിച്ച അതിബൃഹത്തായ കാവ്യമാണ് ബദർ പടപ്പാട്ട്. 88 പരം ഇശലുകൾ ഇതിലുണ്ട്. മാപ്പിളമാർക്കിടയിൽ ദേശാഭിമാന ബോധം വളർത്തുന്നതിന് ഈ കൃതി വളരെ സഹായിച്ചു. ആധ്യാത്മിക പ്രഭാവത്തിൽ ഊന്നൽ നൽകി എഴുതിയിരുന്ന മാപ്പിളപ്പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേമത്തിൻ്റെയും ശൃംഗാരത്തിൻ്റെയും അംശം കലർന്ന കൃതികൾ രചിച്ചവരിൽ പ്രധാനിയാണ് മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജനപ്രീതിയാർജിച്ച കൃതി ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പ്രേമകാവ്യമാണ്. ഉഹൂദ് പട, മലപ്പുറം പാട്ട്, ജിൻ പട, കിഴത്തിമാല, എലിപ്പട, ഹിജ്റ പാട്ട് തുടങ്ങിയവയാണ് വൈദ്യരുടെ മറ്റു പ്രധാന കൃതികൾ. ചേറ്റുവ പരീക്കുട്ടി, ചാക്കീരി മൊയ്തീൻകുട്ടി, പുലിക്കോട്ടിൽ ഹൈദർ, നല്ലളം ബീരാൻ, ടി ഉബൈദ് തുടങ്ങിയവർ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകിയവരിൽ പ്രമുഖരാണ്. പി കെ ഹലീമ, വി ആയിഷക്കുട്ടി, കുണ്ടിൽ കുഞ്ഞാമിന തുടങ്ങിയ വനിതകളും പാട്ടുകൾ എഴുതി പ്രസിദ്ധരായവരാണ്. താളാത്മകമായ പദമേളനവും ആപാദമധുരമായ ഗാനരീതിയുമുള്ള മാപ്പിളപ്പാട്ട് മലയാള സിനിമാ ഗാനശാഖയ്ക്കും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മാപ്പിള എന്ന വിശേഷണ പദം ഈ സംഗീതശാഖയുടെ സാമുദായിക സ്വഭാവം സൂചിപ്പിക്കുന്നു. മാപ്പിളപ്പാട്ട് അറബി മലയാളത്തിലെ സാഹിത്യമാണ്. ജനകീയവും സംഗീതാത്മകവുമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുവല്ലോ. സംഗീതത്തിന് മുൻതൂക്കമുള്ളതുകൊണ്ട് തന്നെ ഗാനമാധുരിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. മലയാളത്തിൽ നിലനിന്നിരുന്ന ഗാനവൃത്തങ്ങൾക്ക് പുറമെ സംസ്കൃത വൃത്തങ്ങളിൽ ചില രൂപമാറ്റം വരുത്തിയും പാട്ടുകൾ രചിക്കുകയുണ്ടായി.
മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൻ്റെ താളക്രമത്തിന് ഇശൽ എന്നാണ് പറയുന്നത്. തൊങ്കൽ, ആദിയനം, പുകയിനാൽ, കൊമ്പ്, കപ്പപ്പാട്ട്, ഒപ്പന ചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം തുടങ്ങി ഒട്ടേറെ ഇശലുകളുണ്ട്. ദ്രാവിഡ രീതിയുടെ അടിത്തറയിൽ നിന്നാണ് ഇശലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി എന്നിങ്ങനെയുള്ള പ്രാസവ്യവസ്ഥ കൂടി മാപ്പിളപ്പാട്ടിനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം ദ്രാവിഡ പാരമ്പര്യം തന്നെയാണ്. കമ്പിപ്പാട്ടിലെ മോന അഥവാ ആദ്യാക്ഷരപ്രാസവും കഴുത്ത് 4 അടിയിലും രണ്ടാമത്തെ അക്ഷരം സമാനമാവുക എന്നത് പാട്ടിലെ എതുക എന്ന ദ്വിതീയാക്ഷരപ്രാസത്തിനും തുല്യമാണ്. വാൽക്കമ്പി അന്ത്യാക്ഷരപ്രാസവും വാലുമ്മൽ കമ്പി അന്താദിപ്രാസവുമാണ്. ഭാഷയിലെ പാട്ടു പാരമ്പര്യം മാപ്പിളപ്പാട്ടിൻ്റെ പാരമ്പര്യവുമായി ഇഴചേർന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണിവയൊക്കെ. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, പ്രണയകാവ്യങ്ങൾ, കത്തുപാട്ടുകൾ, ഒപ്പനപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, കെസ്സുപാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ തുടങ്ങി ഒട്ടേറെ പാട്ടുകൾ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഉണ്ട്. മാലപ്പാട്ടുകളിൽ ആദ്യത്തേത് കൊല്ലവർഷം 752 കോഴിക്കോട്ടുകാരനായ ഖാസി മുഹമ്മദ് രചിച്ച മുഹിയുദ്ദീൻ മാലയാണ്. ഖാസി മുഹമ്മദ്, മോയിൻകുട്ടി വൈദ്യർ, കുഞ്ഞായിൻ മുസ്ലിയാർ, ഇച്ച മസ്താൻ തുടങ്ങി പൗരാണിക കവികളുടേതടക്കം ഖണ്ഡകാവ്യങ്ങളും ഗീതങ്ങളും മാപ്പിളപ്പാട്ടായി പ്രചാരത്തിലുണ്ട്. കവിയേക്കാൾ പാടുന്നവർക്ക് പ്രാധാന്യം നൽകിയതിനാലായിരിക്കണം പല മാപ്പിള കൃതികളും അജ്ഞാത കർത്തൃകങ്ങളാണ്. സമകാലീന മാപ്പിളപ്പാട്ടുകളിൽ അറബി മലയാളത്തിൻ്റെ സ്വാധീനവും തുലോം കുറവാണ്. അറബികൾക്ക് പുരാതന കാലം മുതലേ കേരളവുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധം കേരളത്തിലെ ഇസ്ലാം മതത്തിനു വേരോടുവാനും അവസരമൊരുക്കി. അറബികളുടെ ഭാഷയും സംസ്കാരവും കേരളത്തിലെ മുസ്ലിം മതാനുയായികളിൽ സ്വാധീനം ചെലുത്തി. ഈ സാംസ്കാരിക സമ്പർക്കത്തിൻ്റെ ഫലമാണ് അറബി മലയാളവും മാപ്പിള സാഹിത്യവും. ഗവേഷകരിൽ ചിലർ മാപ്പിള സാഹിത്യത്തിന് 900 വർഷത്തോളം പഴക്കം കൽപ്പിക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ടുകളുടെ ഈണങ്ങൾ നേരത്തെ ഉള്ളതാണെങ്കിലും ദേശവും കാലവും അനുസരിച്ച് അതിന് വകഭേദങ്ങൾ ഉണ്ട്. പലപ്പോഴും അറിയപ്പെടാത്ത ആരെങ്കിലും സംഗീതം നൽകിയതായിരിക്കും അത്. ചില ഗാനരചയിതാക്കൾ പ്രത്യേക ഇശലിൻ്റെ പേരും പാട്ടിനൊപ്പം എഴുതി വയ്ക്കും. മോയിൻകുട്ടി വൈദ്യരുടെ ഗാനങ്ങൾ തലമുറകളായി പാടിവരുന്നവയാണ്. അത്തരം ഈണങ്ങൾ എല്ലാ മാപ്പിള കലകളെയും സംയോജിപ്പിച്ച് ഏക വഴിത്താരയിലൂടെ നടത്തിക്കൊണ്ടുപോയത് മാപ്പിളപ്പാട്ട് എന്ന ഗാനശാഖയാണ്. ഒപ്പനയിലും കോൽക്കളിയിലും അറവനയിലും ദഫിലും എല്ലാം പ്രതിഫലിക്കുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ശീലുകളാണ്. പറയത്തക്ക തമിഴ് പാരമ്പര്യം നമുക്ക് മാപ്പിളപ്പാട്ടിൽ കാണാവുന്നതാണ്. ആദ്യകാല മാപ്പിളപ്പാട്ട് രചനകളിലെ തമിഴ് പദ ധാരാളിത്തം ഇതിന് തെളിവാണ്. വളരെ ജനകീയമായ സാഹിത്യവും കലയുമാണ് മാപ്പിളപ്പാട്ട്. കേരളത്തിലെ കീഴാളവർഗത്തിൻ്റെ പാട്ടുകളുമായും ഈണങ്ങളുമായും മാപ്പിളപ്പാട്ടിന് സാമ്യം വലുതാണ്. തോറ്റംപാട്ട്, പുള്ളുവൻ പാട്ട്, വേലൻ പാട്ട്, വട്ടക്കളിപ്പാട്ട്, പൂരക്കളിപ്പാട്ട്, പാനപ്പാട്ട്, മോമാതൂരിപ്പാട്ട് തുടങ്ങിയ കീഴാളവർഗ ഗാന പാരമ്പര്യത്തിൻ്റെ സാമുദായിക കൊള്ളക്കൊടുക്കലുകൾ മാപ്പിളപ്പാട്ട് രൂപപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ട്. മലബാർ മുസ്ലിങ്ങളുടെ പദ്യവിഭാഗത്തിന് മാപ്പിളപ്പാട്ടുകൾ എന്നും ആ സമൂഹത്തിന് മാപ്പിളമാർ എന്നും പേരിട്ടത് ആരാണെന്ന് അജ്ഞാതമാണ്. കേരളത്തിൻ്റെ സാമൂഹിക ഘടന ജാതിയിൽ അധിഷ്ഠിതമായതുകൊണ്ട് ഭരണവർഗമോ ഇതര മതസ്ഥരോ സമ്മാനിച്ച സ്ഥാനപ്പേരോ ആയിരിക്കാം മാപ്പിള എന്നത്. പോയ കാലങ്ങളിൽ സർഗാത്മകത കതിരിട്ട് നിന്ന ഒരുപറ്റം മാപ്പിളപ്പാട്ട് കവികളുണ്ടായിരുന്നു നമുക്ക്. അവർ അതതു കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അജ്ഞതകൾക്കും അനീതികൾക്കുമെതിരെ തൂലിക ചലിപ്പിച്ചവരായിരുന്നു. നാട്ടുപ്രമാണിമാരായ ചില ഭൂവുടമകൾക്കെതിരെ ചാട്ടുളി പോലുള്ള മാപ്പിളപ്പാട്ടുകൾ തൊടുത്തുവിട്ട മാപ്പിള കവികൾ ഉണ്ടായിരുന്നു. പകലന്തിയോളം പണിയെടുപ്പിച്ച് അന്നന്ന് കൂലി കൊടുക്കാതെ തൊഴിലാളിയെ ഞെക്കിപ്പിഴിയുന്ന ക്രൂരതയ്ക്കെതിരെ പ്രതികരിച്ച മാപ്പിള കവിയായിരുന്നു മെഹർ. ഒരു പ്രദേശത്തെ സമ്പന്നനായ ചൂഷകനെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഉണ്ടു കേൾപ്പിൻ കണ്ടാടം ആ നാട്ടിലൊരു മാടം, ഊക്കനാകും ചേക്കുമൂപ്പൻ തൻ്റെ മണിമാടം, ചേലിലുള്ള 4 കെട്ട് മാളികയൊന്നാണേ, ചുറ്റിലുള്ള ചെറ്റുവീടുകൾക്ക് നാട് വാണേ, ജോലി ചെയ്ത കൂലിയോ മന്നന് കൊടുക്കൂല, വേലയാളർ കൂലിയും ഭയന്നു ചോദിക്കൂല. മലബാറിലെ വാണിജ്യ ബന്ധങ്ങളിൽ മേൽക്കൈ നേടുന്നതിനുള്ള
തന്ത്രമെന്ന നിലയിൽ മുസ്ലിം സമുദായത്തെ ആജന്മ വൈരികളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വംശ സാമൂഹികതയുടെ അതിരിൽ അവരെ തളച്ചിട്ടു. സാമൂഹ്യോൽപാദന സംവിധാനത്തിന്റെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് നിർബന്ധപൂർവം അകറ്റി നിർത്തപ്പെടുകയും കടുത്ത വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന ഒരു ജനത ചെറുത്തുനിൽപ്പിനെന്നല്ല കടന്നാക്രമണത്തിന് ശ്രമിച്ചാലും അത്ഭുതാവഹമല്ല. ഇതിന്റെ മാധ്യമമായി ഏറ്റെടുത്തത് മാപ്പിളപ്പാട്ടുകളെയാണെന്ന് മാത്രം. മാപ്പിളപ്പാട്ടിന് മതകീയ പശ്ചാത്തലം മാത്രമല്ല ഉള്ളതെന്നും പ്രണയം, വിരഹം, പ്രതികാരം, പ്രതിഷേധം, വിനോദം തുടങ്ങിയ സാധാരണ അനുഭവങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിൻ്റെ എല്ലാം ആവിഷ്കാരങ്ങൾ മാപ്പിളപ്പാട്ടിലൂടെ പ്രതിപാദിക്കാമെന്നും മാപ്പിള കലാകാരന്മാർ പുറം ലോകത്തിന് ബോധ്യപ്പെടുത്തി. മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ ഇതിൻ്റെ സൂചകങ്ങളാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ സാധാരണക്കാരായ മലയാളികൾക്കിടയിൽ ഏറെ പ്രചാരം നേടിയ ശാഖയാണ് കത്തുപാട്ടുകൾ. മലയാളത്തിന്റെ പ്രമുഖ വിഭാഗമായ മാപ്പിളപ്പാട്ടുകൾ സ്ത്രീസ്വത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയുടെ പ്രാധാന്യം രേഖപ്പെടുത്തുന്നതിലും ഉത്തര കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ യഥാർത്ഥ ജീവിതം വരച്ചുകാട്ടുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നു. മാപ്പിളപ്പാട്ടിന്റെ രംഗത്ത് വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പ്രണയകാവ്യം ഏറനാട്ടിലെ മാപ്പിള പെണ്ണിന്റെ ജീവിതം തികച്ചും യാഥാസ്ഥിതികമായി തന്നെ അവതരിപ്പിക്കുന്നു. ഏറനാട്ടിലെ മാപ്പിള പെണ്ണിന്റെ അസ്വാതന്ത്ര്യവും വിദ്യാഭ്യാസമില്ലായ്മയും പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യവും അടുക്കളയിലെ കരിപുരണ്ട അന്തരീക്ഷത്തിൽ കരളുരുകി കഴിയുന്ന പെണ്ണിന്റെ നിസ്സഹായതയുമെല്ലാം പാട്ടിൽ തുറന്നു കാട്ടുന്നു. സ്ത്രീ വിൽപ്പന ചരക്കല്ല, അവൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് വ്യക്തിത്വമുള്ള കഥാപാത്രത്തിലൂടെ അദ്ദേഹം പറഞ്ഞുറപ്പിക്കുന്നു. ഹുസ്നുൽ ജമാലിന്റെ ധീരതയും ചാരിത്രം സംരക്ഷിക്കാൻ ചതിയനായ എതിരാളിക്കെതിരെ വാളൂരിച്ചാടുന്ന സാഹസികതയും പുറം ലോകം കാണാനാകാതെ വീടിനുള്ളിൽ കഴിയുന്ന മാപ്പിള സ്ത്രീകളിൽ ചെലുത്തിയ സ്വാധീനം വലുതാണ്. പ്രസിദ്ധമായ മറിയക്കുട്ടി കത്ത് എന്ന കത്തുപാട്ട് സ്ത്രീകളുടെ വ്യക്തിത്വ മഹത്വം രേഖപ്പെടുത്തുന്നതാണ്. മലബാർ ലഹളയിൽ ജയിലിൽ പോയവരുടെ ഭാര്യമാരെ വശത്താക്കാൻ ശ്രമിക്കുകയും വഴങ്ങാതിരിക്കുന്ന സ്ത്രീകളെപ്പറ്റി അസംബന്ധങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ഭർത്താവിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നത് നിത്യ സംഭവമായിരുന്ന കാലത്ത് തന്റെ ചാരിത്രശുദ്ധി തെളിയിക്കാൻ ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെട്ട മറിയക്കുട്ടി അന്നത്തെ സ്ത്രീ സമൂഹത്തിൽ പുതുവെളിച്ചം സൃഷ്ടിച്ചു. മലബാറിലെ വിദ്യാഹീനരായ മാപ്പിള പെണ്ണിന്റെ അറിവില്ലായ്മയും അന്ധവിശ്വാസവും ചൂഷണം ചെയ്ത് അവരെ ലൈംഗികമായ അരാജകത്വത്തിലേക്കും നിസ്സഹായതകളിലേക്കും തള്ളിവിടുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു പുലിക്കോട്ടിൽ ഹൈദറിന്റെ തിരൂർ യാത്ര. മതശാസനകൾ കർശനമായി എതിർക്കുന്ന സ്ത്രീധന സമ്പ്രദായം സമൂഹത്തിൽ സ്ത്രീകളുടെ ജീവിതത്തെ നരകപൂർണമാക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുന്നയൂർകുളം ബാപ്പുവിന്റെ ശ്വസിക്കുന്ന ശവങ്ങൾ എന്ന പാട്ടിൽ വരച്ചുകാട്ടുന്നു. അനീതികൾക്കെതിരെ ആഞ്ഞടിക്കുവാൻ അബലകളായ സ്ത്രീ സമൂഹം ശക്തമായി രംഗത്തിറങ്ങട്ടെ എന്ന് കവി പ്രത്യാശിക്കുന്നു. ഒലവക്കോട് മെഹറിന്റെ ഗാനങ്ങൾ അടിമവേല ചെയ്യുന്ന പാവപ്പെട്ടവരുടെ വീടുകളിലെ സ്ത്രീകളുടെ ചാരിത്ര ധ്വംസനത്തിന്റെ കഥനകഥകൾ വികാര തീവ്രമായി ആവിഷ്കരിക്കുന്നു. മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ പരമ്പരയായി വിശ്വസിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളുടെ പൊള്ളത്തരം വലിച്ചു കീറി പ്രദർശിപ്പിക്കുന്ന KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ ഗാനം മാപ്പിള സമൂഹത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. നാടകത്തിൽ തന്നെ സമൂഹഗാനം അടുക്കള ചുമരുകളുടെ ഇരുട്ടറകളിൽ കിടന്ന് മനസ്സും ശരീരവും മരവിച്ച മാപ്പിള പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ വിപ്ലവകരമായ ചിത്രം പ്രതിഫലിപ്പിക്കുന്നു. മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനത്തെ സ്വാധീനിച്ച KS ജലീലിന്റെ ഗാനം ഏറെ ജനശ്രദ്ധ നേടിയതാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബാലവിവാഹങ്ങളെക്കുറിച്ചും പഴകി ജീർണിച്ച മാമൂലുകളെക്കുറിച്ചും പരിഹാസ സ്വരത്തിൽ നിശിതമായി വിമർശിച്ച കവിയാണ് V കുഞ്ഞുമാപ്പിള. ഒരു കാലഘട്ടത്തിൽ മാപ്പിള സ്ത്രീകളുടെ ജീവിതത്തിന്റെ പച്ചയായ സത്യങ്ങൾ വിളിച്ചോതുകയും സ്വാതന്ത്ര്യത്തിലേക്കും സ്വത്വപൂർത്തിയിലേക്കും എത്തും വിധം അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്യുന്നതിൽ മാപ്പിളപ്പാട്ടുകൾ വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. നർമ്മമധുരവും ഭാവപുഷ്കലവുമായ മാപ്പിളപ്പാട്ടുകൾ കൊണ്ട് അരനൂറ്റാണ്ടിലേറെ കാലം മലബാറിനെ പുളകം കൊള്ളിച്ച കവിയായിരുന്നു പുലിക്കോട്ടിൽ ഹൈദർ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത തായങ്കോട് എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന പുലിക്കോട്ടിൽ ഹൈദർ 1879 ജനിച്ചു. 1975 ജൂൺ 23 നിര്യാതനായത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ തനത് ലിപി സമ്പ്രദായമായ അറബി മലയാളത്തിലാണ് പുലിക്കോട്ടിൽ ഹൈദർ തന്റെ രചനകളെല്ലാം തന്നെ നിർവഹിച്ചത്. എന്നതുകൊണ്ട്
ഈ അടുത്ത കാലം വരെ ഭാഷയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഭാവത്തിലും രൂപത്തിലും വൈവിധ്യം പുലർത്തി പോന്നിട്ടുള്ളതാണ് ഹൈദർ കവിതകൾ. നാടൻ വിഷയങ്ങളെ നാടൻ ശൈലിയിൽ കൈകാര്യം ചെയ്യുക എന്ന നാടോടി സമ്പ്രദായം തന്നെയാണ് ഹൈദർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഷയവൈചിത്ര്യം ധാരാളം ഉണ്ടായിട്ടുണ്ട്. നാടോടി സമ്പ്രദായത്തിന്റെ മറ്റൊരു സവിശേഷത കൂടി ഹൈദർ കൃതികളിൽ കാണാം. അതായത് മുന്നിൽ കണ്ട വിഷയത്തെ കണ്ട നിമിഷത്തിൽ മനസ്സിലുണ്ടായ പ്രതികരണം നിലനിർത്തിക്കൊണ്ടു തന്നെ കവിതയിൽ പ്രതിപാദിക്കുക എന്നതാണത്. അനുഭവത്തെ ആന്തരികാനുഭൂതിയാക്കി വെച്ചു വളർത്തി മനനം ചെയ്ത് ബുദ്ധി വ്യാപാരത്തിന് വിധേയമാക്കി പുനഃസ്മരണയിലൂടെ രൂപാന്തര പ്രാപ്തി വരുത്തി എഴുതുക. കവിതയിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നാടോടി കവിത തുറസായ ജീവിത തരംഗത്തിന്റെ കവിതയാണ്. ഹൈദറിന്റെ മാപ്പിളപ്പാട്ടുകളിൽ വ്യക്തി ജീവിത കഥകൾ പോലും തുറസായ അന്തരീക്ഷത്തിന്റെ ഋജുഭാവുകത്വം നേടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. മാപ്പിളപ്പാട്ടിന്റെ രചനാരംഗം ഏറ്റവും സജീവമായിരുന്ന കാലത്താണ് പുലിക്കോട്ടിൽ ഹൈദർ ജീവിച്ചിരുന്നത്. അന്ന് കത്തും കുറിയും രാഷ്ട്രീയവും മതപരിഷ്കരണവും എല്ലാം പാട്ടിലായിരുന്നു. വിമർശന സ്വഭാവം കുട്ടിക്കാലം തൊട്ടേ ഹൈദറിൽ കണ്ടുവന്നിരുന്നു. 1910 സ്വന്തം നാട്ടിലെ കോൽക്കളി മോശമായതിനെ തുടർന്ന് അതിനെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ രചനയാണ് ഹൈദറിന്റെ ആദ്യത്തെ പാട്ട്. ഈ പരിഹാസം തന്റെ രചനകളിലൂടെ സാമൂഹിക പരിഷ്കരണത്തിന് ബോധപൂർവം ഹൈദർ ഉപയോഗിച്ചു. തന്റെ സ്വതസിദ്ധമായ നർമ്മബോധം ഈ പരിഹാസത്തെ ജനകീയമാക്കി. ഷൊർണൂർ യാത്ര എന്ന പാട്ടിൽ പരിഹാസം നർമ്മത്തിൽ ചാലിച്ചെഴുതിയതിന്റെ ഉദാഹരണം ഇങ്ങനെയാണ്. മണ്ടി അവിടന്ന് ഞാനൊരു നീളം വയ്യോട്ടു നോക്കാതെ മേപ്പാടിയോളം. തന്റെ സർഗശേഷി സാമൂഹിക പരിഷ്കരണത്തിനും നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും ബോധപൂർവം ഉപയോഗിച്ച കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ. വിശ്വാസത്തിന് വിരുദ്ധമെന്നും ജീവിത പുരോഗതിക്ക് തടസ്സമെന്നും തോന്നിക്കുന്ന എല്ലാ ആചാര സമ്പ്രദായങ്ങളെയും ഹൈദർ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീമർദ്ദിതമാല, വിവാഹദോഷം, മാരന്മാരുടെ തകരാറ്, കലിയുഗം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങളെല്ലാം ഇപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണ്. 1914-18 കാലത്ത് നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയും പട്ടിണിയും രോഗവും സ്ത്രീകളുടെയും കുട്ടികളുടെയും കഷ്ടപ്പാടുകളും ഹൈദറിന്റെ പ്രതികരണശേഷിയെ തട്ടിയുണർത്തി. യുദ്ധാനന്തരമുണ്ടായ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപത്തിലാണ് അവസാനിച്ചത്. അതേവരെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഇതിവൃത്തം ഇസ്ലാമിക ചരിത്രങ്ങളോ മതപരമായ വിഷയങ്ങളോ പേർഷ്യൻ കഥകളോ ആയിരുന്നുവെങ്കിൽ ആദ്യമായി ഒരു മാപ്പിളപ്പാട്ടിന്റെ നോവും നൊമ്പരങ്ങളും മാപ്പിളപ്പാട്ടിന് ഇതിവൃത്തമാക്കിയത് ഹൈദറാണ്. മൊയിൻകുട്ടി വൈദ്യരടക്കമുള്ള മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭ കവികൾ യുദ്ധരംഗങ്ങളും പ്രേമകഥകളും ആവിഷ്കരിക്കാൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോയപ്പോൾ വൈദ്യർ സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ചു നിന്നു. കാൽപ്പനിക പൊലിമയുടെ നിലാവിൽ അലഞ്ഞു നടന്നിരുന്ന മാപ്പിളപ്പാട്ടുകളെ നിത്യജീവിതത്തിന്റെ സൂര്യപ്രകാശത്തിലേക്ക് ഹൈദർ നീക്കി നിർത്തി. ഇവിടത്തെ നാട്ടിൻപുറങ്ങളിലെ ചായമക്കാനിയും ആനപിടുത്തവും നരിനായാട്ടും കാളപൂട്ടും തെരപ്പം കുത്തലും തെരഞ്ഞെടുപ്പും വെള്ളപ്പൊക്കവും അടിപിടിയും എല്ലാം ഈ ഗാനപ്രപഞ്ചത്തിൽ തെളിഞ്ഞു കാണാം. 1921 മലബാർ കലാപം കഴിഞ്ഞ ഉടനെ മലബാറിൽ നിരവധി ദുരന്തങ്ങൾ വന്നുപെട്ടു. അരക്ഷിത ബോധവും സാമ്പത്തിക തകർച്ചയും സമൂഹത്തെ കടന്നാക്രമിക്കുകയുണ്ടായി. പ്രായപൂർത്തിയായ പുരുഷന്മാരെല്ലാം ഒന്നുകിൽ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചു, അല്ലെങ്കിൽ ബെല്ലാരി, തഞ്ചാവൂർ തുടങ്ങിയ ജയിലുകളിൽ നീണ്ടകാലത്തെ തടവുകാരായി. ഒട്ടനവധി പേരെ അന്തമാൻ ദ്വീപിലെ തുറന്ന ജയിലിലേക്ക് നാടുകടത്തി. ലോകത്ത് എവിടെ കലാപമുണ്ടായാലും അതിന്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കുന്നത് വിധവകളും വൃദ്ധരും അനാഥകളുമായ സ്ത്രീകളും കുട്ടികളുമായിരിക്കും. കലാപാനന്തരം കൊടും പട്ടിണിയും ദാരിദ്ര്യവും മലബാറിനെ ഗ്രസിച്ചു. വിശന്നു കരയുന്ന കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ തൊടിയിലെ ചേമ്പിലയും താളും തകരയും വേവിച്ചു കൊടുക്കുകയല്ലാതെ അമ്മമാർക്ക് മറ്റ് മാർഗങ്ങളുണ്ടായിരുന്നില്ല. സ്ത്രീകൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന പതിവും തുടങ്ങിയിരുന്നില്ല. അക്ഷരാഭ്യാസമില്ലാത്ത, പുറം ലോകവുമായി ഒരു പരിചയവുമില്ലാത്ത, കറുപ്പ് സൂപ്പ് തുണിയും പെൺകുപ്പായവും ധരിച്ച നിസ്സഹായരായ മാപ്പിള യുവതികൾ ഈ അവസരത്തിലാണ് പട്ടാളക്കാരെയും ആയുധങ്ങളും കൊണ്ടുവരാനും നിലമ്പൂർ തേക്ക് തടികൾ കടത്തിക്കൊണ്ടുപോകുവാനും വേണ്ടി ബ്രിട്ടീഷുകാർ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. നിർമ്മാണ ജോലിക്കാരും നടത്തിപ്പുകാരും മേസ്തിരിമാരും തമിഴ്നാട്ടുകാരായിരുന്നു. കുട്ടികളുടെ വിശപ്പടക്കാനായി മാപ്പിള യുവതികൾ റെയിൽവേ ജോലിക്ക് പോയി തുടങ്ങി. അടുക്കളയിൽ നിന്ന് പുറം ജോലിക്കായി മാപ്പിള സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. നിഷ്കളങ്കരും നിസ്സഹായരുമായ ഈ സ്ത്രീകളെ റെയിൽവേ മേസ്തിരിമാരായ തമിഴ്നാട്ടുകാർ അവരുടെ കാമദാഹത്തിന് നിർബന്ധപൂർവ്വം ഇരകളാക്കി. ധാർമ്മിക ച്യുതിയിൽ അമർന്ന ഒരു ജനസമൂഹം മലബാറിൽ പിറവിയെടുത്തു.
സ്ത്രീകൾ ചോറ്റുകച്ചവടം നടത്തുന്ന ചെറിയ ഭക്ഷണശാലകൾ പലയിടത്തും ഉയർന്നു. പ്രശസ്ത നോവലിസ്റ്റായ NP മുഹമ്മദിന്റെ ഭാഷയിൽ അരയണയ്ക്ക് ഉച്ചയൂണും അരയണയ്ക്ക് രാത്രി ഉറക്കവും നൽകുന്ന കേന്ദ്രങ്ങളായി ഈ ചോറുപുരകൾ മാറി. സദാചാര മുറകൾക്ക് പ്രസക്തി കുറഞ്ഞുപോയ ആ കാലഘട്ടത്തിലെ കഥനകഥകൾ കണ്ട് മനസ്സലിഞ്ഞ് ഹൈദർ രചിച്ച നീണ്ട കാവ്യങ്ങളാണ് കോലാർ യാത്ര, ഷൊർണൂർ യാത്ര, തിരൂർ യാത്ര തുടങ്ങിയ സർക്കീട്ട് പാട്ടുകൾ. വിലപ്പെട്ട പല കൃതികളും അന്ന് അദ്ദേഹം ജന്മം നൽകി. ഒരു സംഭവത്തെയോ വ്യക്തിയെയോ കുറിച്ച് നിമിഷമാത്രയിൽ ഒരു 4 അടി പാട്ട് രചിക്കുന്നത് അദ്ദേഹത്തിന് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. സ്വന്തം സർഗശക്തിക്ക് നാദവും താളവും നൽകി ഏകാന്ത പഥികനായിട്ടാണ് അദ്ദേഹം കാവ്യോപാസന നടത്തിയത്. വ്യവഹാരവും സഹകരണ കാര്യങ്ങളുമായ ജോലി തിരക്കുകൾക്കിടയിൽ കേവലം ഒരു ഹോബിയായിട്ടാണ് ഹൈദർ കാവ്യരചന നടത്തിയിരുന്നത്. കാവ്യരചനയ്ക്കായി ഒരു പണിപ്പുര അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പുലിക്കോട്ടിൽ ഹൈദറിന്റെ ആദ്യകാല കൃതിയായ മതിമാൻ പങ്കജവല്ലി എന്ന പ്രണയകാവ്യവും കേരള ചരിത്രവും പരലോക ചിന്തയിലേക്ക് ചൂണ്ടുപലകയായി രചിച്ച കലിയുഗ ഗാനവുമാണ് സാമാന്യം ദീർഘമായിട്ടുള്ളത്. കലിയുഗ ഗാനം മനുഷ്യനെ സദാചാര ചിത്തനാക്കുന്ന ഒരു കാവ്യമാണ്. എന്നാൽ ആകസ്മിക സംഭവങ്ങൾ വിവരിക്കുന്ന ഗാനങ്ങളും സുഹൃത്തുക്കൾക്കുള്ള കത്തുപാട്ടുകളുമായി ഹൈദറിന് തന്നെ അറിയാത്ത വിധം എണ്ണമറ്റ കവിതകൾ അദ്ദേഹം രചിച്ചിരുന്നു. അവ ബഹുമുഖമായ മേഖലകളിൽ വിഹരിച്ചു. വിവിധ മണ്ഡലങ്ങളിൽ വേരിറങ്ങി നിൽക്കുന്ന ഹൈദറിന്റെ പാട്ടുകൾ മിക്കതും അച്ചടിക്കപ്പെട്ടിട്ടില്ല. പാടാൻ അറിയുന്ന ചിലർ അച്ചടിച്ച് വിൽപ്പന നടത്തിയിരുന്നതാകട്ടെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിയുകയും ചെയ്തു. ഹൈദറിന്റെ ഏറ്റവും മികച്ച രചനകളിലൊന്നാണ് മറിയക്കുട്ടിയുടെ കത്ത് എന്ന കാവ്യം. മറിയക്കുട്ടി കത്ത് എന്ന 2 ഇശലിലുള്ള ഹൈദറിന്റെ കത്തുപാട്ടിനെ കുറിച്ച് പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ഡോക്ടർ അയ്യപ്പ പണിക്കർ പ്രൗഢമായ ഒരു ലേഖനം 1979 എഴുതിയിരുന്നു. ഡോക്ടർ MN കാരശ്ശേരിയുടെ ശ്രമഫലമായി ഈ കത്തുപാട്ട് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുലിക്കോട്ടിൽ കൃതികൾ എന്ന ഗ്രന്ഥത്തിൽ മറിയക്കുട്ടി കത്തിനെ സംബന്ധിച്ച് ഡോക്ടർ MN കാരശ്ശേരി ഒരു പഠനം എഴുതിയിട്ടുണ്ട്. സമൂഹത്തിലെ അവശ വിഭാഗങ്ങളുടെ നൊമ്പരം കണ്ടറിയുവാനുള്ള ശേഷി ഹൈദറിന് സഹജമായിരുന്നു. പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാകുന്ന സ്ത്രീത്വവും ഹൈദറിന്റെ ഗാനരചനയെ എന്നും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ നൊമ്പരം വിശദീകരിക്കുന്നതിലാണ് ഹൈദർ കവിതകളുടെ വിജയം. മലബാർ കലാപത്തിന് ശേഷം ബെല്ലാരി ജയിലിൽ തടവുകാരനായി കഴിയുന്ന ഭർത്താവ് അസ്സൻകുട്ടി ഭാര്യ മറിയക്കുട്ടിയെ സംശയിക്കുന്നു. റെയിൽവേ ജീവനക്കാരായ ചിലർ അർദ്ധരാത്രി മറിയക്കുട്ടിയുടെ വീട്ടിലെ വാതിലിൽ മുട്ടിയപ്പോൾ കയ്യിൽ ചൂലുമായി വാതിൽ തുറന്ന് മറിയക്കുട്ടി അവരെ നേരിട്ടു. അതിൽ കുപിതരായ ചിലർ മറിയക്കുട്ടിയെക്കുറിച്ച് അപവാദങ്ങൾ എഴുതി ജയിലിലേക്ക് അയച്ചു. കത്ത് വായിച്ച് കുപിതനായ ഭർത്താവ് ഹസ്സൻകുട്ടി ഭാര്യ മറിയക്കുട്ടിയുടെ ഉമ്മയ്ക്ക് നിങ്ങളുടെ മകളെ ഞാൻ മൊഴി ചൊല്ലുകയാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. ഈ കത്ത് വായിച്ച് മനസ്സുരുകി മറിയക്കുട്ടി ജയിലിലേക്ക് അയച്ച മറുപടി കത്താണ് മറിയക്കുട്ടിയുടെ കത്ത്. സങ്കടം പറഞ്ഞുകൊണ്ടും തന്റെ നിരപരാധിത്വം വിവരിച്ചുകൊണ്ടും മറിയക്കുട്ടി എഴുതി: എന്നെ നിങ്ങളയ്യ തൊട്ടിട്ടില്ല മറ്റോരാണ്, ഏമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെ കാലാണ്. മറിയക്കുട്ടിയുടെ സങ്കടം ആരുടെയും കണ്ണ് നനയ്ക്കും. ചക്കുപാലമേലിരുന്ന് ചക്കര തിന്നാലും സംശയം കൂടാതെ പുണ്ണ കാണതെന്ന് പോലും. ആലങ്ങൾ 6 മുണ്ട് അലീഫും കുഞ്ഞിട കൊണ്ട് அமைத்த கோன் തിരുനാമം തവക്കം വിണ്ട് സ്തുതിയാലതും സലാമയും മൊളിന്തും കൊണ്ട് ബോലുന്നീരു കണ്ണിൽ മണിമാരർ ഹാസൻ കുട്ടി പൂമനം തെളിന്തുണർന്നിടുവാൻ കെട്ടി കവിதை പോട്ടിടും നീതാ സ്വന്തം മറിയക്കുട്ടി. 18,000 ലോകത്തെയും ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ഇടകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് മറിയക്കുട്ടിയുടെ കത്ത് തുടങ്ങുന്നു. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ദൈവാനുഗ്രഹവും ദൈവരക്ഷയും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.
രണ്ട് കണ്ണുകളിലെയും കൃഷ്ണമണിയായ പ്രിയപ്പെട്ട ഹസ്സൻകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞുണരുവാൻ വേണ്ടി എഴുതിയ സ്വന്തം കവിത ഇതാ സ്വന്തം മറിയക്കുട്ടി അയക്കുന്നു. ജയിലിൽ നിന്നുമെയ്യുന്നാളനെയുമ്മക്കായ ചീട്ടുണ്ട് കാനിന്തതാലണയപ്പെട്ടെ വ്യസനം തീരാതെ നെയ്തുക്ക കടലിൽ പെട്ടേ താലമിന്നുയിർ വിട്ട് പിരിയും മുൻതല കാണേ താങ്കളിങ്ങിളക്കിയാൽ പെരിയ കോനാം പുവിയിൽ താമസിച്ചിടാ തൂങ്ങി മരിക്കും ഞാനുങ്കൾ വാരവും കാത്തിരിക്കുന്ന സുവാതോർത്ത് നായചന്ദിരനെ കണ്ടാരൽ കൂടിത്തെ വിധമിൽ 4-5 സനത്തോളം കഴിഞ്ഞു മുത്തേ മാനീതറൂമൈ നട്ട് നനച്ച് പോറ്റിയും വന്നേ മരം പൂത്ത് കനി മുന്നം പറിച്ച് തിന്നേ ഇരസം മനസ്സുള്ളിൽ മാറന്നോ കണ്ണാകന്ന പിന്നെ. ജയിലിൽ നിന്ന് നിങ്ങൾ എൻ്റെ ഉമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ച് ഞാൻ ദുഃഖക്കടലിൽ വീണുപോയിരിക്കുന്നു. നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുകയാണെങ്കിൽ ഞാൻ ലോകത്തുനിന്ന് ഈശ്വരനാണ് വിട പറയും. ഞാൻ തൂങ്ങി മരിക്കുക തന്നെ ചെയ്യും. ചന്ദ്രന്റെ നിഴല് വീണ് കിടക്കുന്നത് കണ്ട് അത് മോഹിച്ച് വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്ന നായയുടെ സ്ഥിതിയാണ് എന്റേത്. മുത്തേ, നിങ്ങളുടെ വരവിന്റെ സ്വാദ് ഓർത്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4-5 കഴിഞ്ഞു. മാന്യനായ നിങ്ങൾ നട്ടുനനച്ച് വളർത്തിയ മരം പൂത്ത് കനിയായതും ആ കനി പറിച്ചു തിന്നതിന്റെ രസവും നിങ്ങൾ മറന്നുപോയോ? അകന്നു നിന്നപ്പോഴേക്കും എല്ലാം മറന്നുവോ? എന്റെ അവസ്ഥകളെല്ലാം അറിയുന്ന ആൾ നിങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ലല്ലോ. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരും കൂട്ടിനില്ലല്ലോ. വല്ലവരും പറയുന്ന ഏഷണി കേട്ട് മനസ്സിൽ എന്നോട് വെറുപ്പ് വെച്ചു പുലർത്തേണ്ട. യോഗ്യനായ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവനിയോഗത്തിലായിരിക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. അതോർക്കുമ്പോൾ എന്റെ കരള് കത്തി ജീവൻ അണയുന്നത് പോലെ തോന്നുന്നു. ബെല്ലാരിയിലേക്ക് ഞാൻ ഉടനെ വരാം. ഒരുപാട് ദൂരമുണ്ടോ? സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കുമോ? വന്നാൽ നിങ്ങളെ കാണാൻ കഴിയുമോ? കഴിയുമെങ്കിൽ എനിക്ക് നിങ്ങളെ വന്ന് കാണണം. ഒരു നോക്ക് കണ്ടിട്ട് അന്ന് തന്നെ മരിച്ചാലും എനിക്ക് സങ്കടമില്ല. എന്റെ മനസ്സിതാണ്. അങ്ങനെയുള്ള എന്നോട് എന്തിനാണ് വെറുപ്പ്? എന്തിനാണ് എന്നെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത്? 2-3 റെയിൽവേ പണിക്കാർ 2 ദിവസം ഈ വീടിന്റെ കോലായിൽ കിടന്നിരുന്നു. അതുപോലെ പാണ്ടിക്കാട് അമ്മായിയുടെ വീട്ടിൽ ഞാൻ ഒരു തവണ പോയി വിരുന്നു പാർത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് എന്നെപ്പറ്റി അപവാദം പറയുന്നത്. ഇവിടെ എന്നോട് വിരോധമുള്ള ഒരാളുണ്ട്. അവനിവിടെ വന്ന് പലവട്ടം അവനോടൊപ്പം കഴിയാൻ വിളിച്ചിരുന്നു. അതിക്രമം കാണിക്കാൻ ഒരുങ്ങിയ ദിവസം ഞാൻ അവനെ ചൂലുകൊണ്ടടിച്ചു. അന്നു മുതലാണ് അവൻ എന്നെക്കുറിച്ചും അപവാദം പറഞ്ഞു നടക്കാൻ തുടങ്ങിയത്. അവനയച്ച ഏഷണി കത്തുകണ്ട് എന്റെ മുത്ത് എന്നെ സംശയിക്കരുത്. താനവൻ വീതിയാലെ ഉമൈ പോയ ദീനം പൂട്ടി താവാരും തുറക്കാതെ പൊതിഞ്ഞു കെട്ടി ഉമതിൽ താരാൻ കാത്തിരിക്കുന്നീ സ്വർണപ്പെട്ടി തേനാരേ ഊമൈ കത്തിൽ പറഞ്ഞ വിധമുള്ള തെടിച്ചീത്തരം കാട്ടി നടന്നോളല്ല എനെയൊരു തെമ്മാടി തറവാട്ടിൽ ജനിച്ചോളല്ല. അല്ല എൻ്റെ അവസ്ഥകൾ അറിയുന്നോറുമയല്ലോ. അതുകൊണ്ട് ഇനിയേറ്റം പറയേണ്ടല്ലോ. ഇവിടെ ഉമതൊയ്യേ എനിക്കാരും സഖിയില്ലല്ലോ. വല്ലോരും ഫസാദുന്നുന്നതു കേട്ട് മുഷിക്കണ്ട. വടിവൂറ്റോരുമേ എന്നെ ഉപേക്ഷിക്കണ്ട.
മനസ്സിൽ വലുതായേ വേറുപ്പൊന്നും വിചാരിക്കണ്ട. കല്ലാക്കിൻ വീതിയാലെ കഴിഞ്ഞ ജുമുഅരാവ് കനിന്തു ഞാനുമൈകളെ ഒരു കിനാവ്. അതിനാൽ കരൾ കത്തി കരിഞ്ഞു പോണിതായൻ ജീവ്. ബല്ലാരിക്കുടനെ ഞാൻ വരാമൊട്ടു വഴിയുണ്ടോ, വല്ലികൾക്കവിടേക്ക് വരാൻ പാടുണ്ടോ. ഉമതേ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. കൊണ്ടോട്ടി തങ്ങളുടെ കാലാണ് സത്യം. എന്നെ നിങ്ങളല്ലാതെ മറ്റാരും തൊട്ടിട്ടില്ല. ആ 2 കാലും പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ഈ പഴം തിന്നാൻ മോഹിച്ച് പലരും നുണഞ്ഞു നടക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരുടെ വലയിലൊന്നും ഞാൻ ഇന്നുവരെ വീണിട്ടില്ല. അവരൊക്കെ വന്നു നോക്കി പോയതല്ലാതെ കോളു തിന്നിട്ടില്ല. മാറിയ കാലാവസ്ഥ കാരണം നാട്ടിൽ പല പെണ്ണുങ്ങളും കൈകുത്താതെ മറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ ഉള്ളിലെ സത്യം ബോധ്യപ്പെടുമ്പോൾ നിങ്ങളുടെ സംശയം തീരുമല്ലോ. ചക്കിന്റെ പലകമേലിരുന്ന് ചക്കര തിന്നാലും തിന്നുന്നത് പിണ്ണാക്കാണ് എന്ന് കാണികൾ സംശയം കൂടാതെ പറയും. സത്യം അറിയാതെ ഭാര്യയുടെ വാക്കുകേട്ട് അവിവേകം പ്രവർത്തിച്ച ചേരമാൻ പെരുമാളിന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണും ചെവിടുമില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ട് ഈശ്വരനെന്ന് നിങ്ങൾ അറിയണം. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആ ദൈവത്തിനറിയാം. ദുഃഖമാകുന്ന ഈ കുഴിയിൽ നിന്ന് വേഗം തന്നെ എന്നെ കരകയറ്റണം. ഞാനീ കത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉണ്ടതെങ്കില് വന്നു കാൺമാൻ ഉണ്ട് മോഹം പൊന്നേ, ഒറ്റ നോക്ക് കണ്ട് മരിച്ചോട്ടെ അന്ന് തന്നെ. എന്റെ പൊന്നും മാരരെ പിന്നെന്തിനാ വേറുപ്പ്, എന്റെ മേലിൽ വെച്ചിടുന്ന് ചിന്തയിൽ മൂഷിപ്പ്. 2 ദിവസം റയിൽ വഴിപ്പണിക്കാരിന്ന് 2-3 നാൾ വന്നിവിടെ രാത്രിയിൽ കിടന്ന്. അണ്ട പോലെ തന്നെ പാണ്ടിക്കാട്ട് അമ്മായിന്റെ അങ്ങു ഞാനൊരു കുറിവിരുന്ന് പോയിട്ടുണ്ടേ. ഉണ്ടിടുന്നതാണത് കൊണ്ടെന്റെ മേൽ പൂരാതി. ഊരകത്തിലുണ്ടെനിക്കിപ്പോളൊരു വിരോധി. വന്നവൻ എന്നോട് പല വട്ടവും ചോദിച്ച്, വമ്പു കാണിച്ചപ്പോളോനെ ചൂലു കണ്ടടിച്ച്. അന്ന് മുതലയ്യവൻ ഫസാദുവിണ്ടയത്തെ അക്കടീതം കണ്ട് വിശ്വസിക്കരുതൻ മുത്തേ. എന്നെ നിങ്ങളൊയ്യ തൊട്ടിട്ടില്ല മറ്റൊരാണ്, എമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെ കാലാണ്. കാലു 2ഉം തന്നെയാണ് ഇപ്പഴം ഭുജിക്കാൻ, കണ്ടു നൂണഞ്ഞ് നടക്കുന്നുണ്ട് ചിലരൊക്ക. ബാലരെ വാലയിലിന്നോളം പിണഞ്ഞിട്ടില്ല, വന്നു നോക്കിപ്പോയതൊയ്യെ കോള് തിന്നിട്ടില്ല. കാലവസ്ഥ കൊണ്ട് നാട്ടിൽ ഏറിയ പെണ്ണുങ്ങൾ കയ്യ് കുത്താതെ മറിയുന്നുണ്ടറിവിൻ നിങ്ങൾ. പോലെയാണെന്നോർത്തിടേണ്ട എന്നിലുള്ള ഹക്ക്, ബോധിയം വരുത്തിടുമ്പോൾ തീരുമല്ലോ ശക്ക്. ചക്ക് പാല മേലിരുന്ന് ചക്കര തിന്നാലും സംശയം കൂടാതെ പുണ്ണാക്കാണതെന്ന് പോലും. ഹക്കറിയാതാട്ടിയാളെ വാക്കു കേട്ടിട്ടില്ലേ, അല്ലലായെ ചേരമാന്റെ ചേതി കേട്ടിട്ടില്ലേ.
ഒക്കെയും കണ്ണും ചെവിയിടില്ലാതെ കാണും റബ്ബ്. ഓനറിയാമെന്നിലുങ്കൾ മേലിലുള്ള ഹുബ്. വെക്കമെന്നെ ദുഃഖമിക്കുയിന്ന് കാരക്കാക്കി. എത്തിടാനാപേക്ഷ വിണ്ടി കത്ത് മതിയാക്കി. വെക്കമെന്നെ ദുഃഖമിക്കുയിന്ന് കാരക്കാക്കി. എത്തിടാനാപേക്ഷ വിണ്ടി കത്ത് മതിയാക്കി. ചേരമാൻ പെരുമാളിന്റെ ഭാര്യ പടനായകനെ വശീകരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു. പകമൂത്ത അവർ പടനായകൻ തന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു എന്ന് രാജാവിനോട് പറഞ്ഞു. സത്യമെന്തെന്ന് അന്വേഷിക്കാതെ രാജാവ് പടനായകനെ തൂക്കിലേറ്റി. മേഘമേറി വന്ന മാലാഖമാർ തൂക്കുമരത്തിൽ വെച്ച് പടനായകനെ ആശ്വസിപ്പിച്ചു. സത്യമറിഞ്ഞ രാജാവ് ദുഃഖിതനായി. 1921 മാപ്പിള ലഹളക്കാലത്ത് മാപ്പിളമാർക്ക് വളരെയധികം വിഷമങ്ങളുണ്ടായി. ആയിരക്കണക്കിന് ആണുങ്ങൾ ജോലിയില്ലാതായി. വളരെയധികം പേർ കൊല്ലപ്പെട്ടു. കുറെ പേര് നാടുകടത്തി. മറ്റു ചിലർ ഒളിവിൽ പോയി. മർദ്ദനങ്ങൾക്കിരയായവരിൽ ചിലർ വീട്ടിൽ തളർന്നു കിടപ്പിലാണ്. 1924 വെള്ളപ്പൊക്കം സ്ത്രീകളുടെയും കുട്ടികളുടെയും അനാഥത്വത്തെ വീർപ്പുമുട്ടിച്ചു. ശാരീരികവും മാനസികവുമായ വിശപ്പ് മാപ്പിള പെണ്ണുങ്ങളെ തളർത്തി. അവരിൽ ചിലർ വഴിതെറ്റിപ്പോയി. മാറിയ കാലാവസ്ഥ എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത് ഇതായിരുന്നു. ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിട്ടും സ്വന്തം ഭർത്താവിനെ വെറുക്കുകയല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മറിയക്കുട്ടി ചെയ്തത്. അഹംബോധം മനസ്സിൽ നിറയ്ക്കുന്ന ഒരു നാഗരിക വനിതയ്ക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണിത്. മുത്തേ പൊന്നെ, തന്നെ സംശയിക്കരുതേ എന്നുള്ള വാക്കുകൾ ആ ഗ്രാമീണ സ്ത്രീയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന സ്നേഹവാക്കുകളാണ്. വളരെ നിഷ്കളങ്കവും ഹൃദ്യവുമായ കാവ്യമാക്കി ഇതിനെ ഹൈദർ എന്ന കവി മാറ്റിയിരിക്കുന്നത് ഇതിലൂടെയാണ്. തന്നെ സ്വന്തമാക്കാൻ അടുത്തുകൂടുന്നവരെ കുറിച്ച് പറയുമ്പോൾ പച്ചയായ ഭാഷ തന്നെയാണ് മറിയക്കുട്ടി ഉപയോഗിക്കുന്നത്. ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുന്നില്ല. നുണഞ്ഞു നടക്കുക, കോള് തിന്നിട്ടില്ല എന്നീ വാക്കുകൾ നാടൻ സ്ത്രീകൾ പ്രയോഗിക്കുന്ന മറയില്ലാത്ത വാക്കുകളാണ്. ആലങ്കാരിക ഭാഷയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാൻ നാട്ടിൻപുറത്തുകാരിയായ മറിയക്കുട്ടിക്ക് കഴിയുന്നില്ല. പരദൂഷണം എങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്നുവെന്നും അതും ഒരു നാട്ടിൻപുറത്തിന്റെ പശ്ചാത്തലത്തിലാകുമ്പോൾ എത്രമാത്രം ക്രൂരമായി തീരുമെന്നും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിലെ ചില വൈകൃതങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെയാണെന്നും ഈ കത്തുപാട്ടിലൂടെ ഹൈദർ വ്യക്തമാക്കുന്നു.